ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പോൾ ഇന്നൊരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞണ്ട്. ഞാനൊരു സീ ഫുഡ് ലവറാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതിന് തന്നെ ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറേ നേരം വേവിക്കുന്നില്ല, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് കോരി മാറ്റുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പാനിലോട്ട് തന്നെ നമുക്ക് നന്നായി ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ, റോസ്റ്റാണല്ലോ. അപ്പോൾ ഞാനൊരു 1/2 കിലോ ഞണ്ടിലേക്ക് ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാട്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാൻ വാട്ടിയിട്ടുണ്ടായിരുന്നത്. വാട്ടിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുള്ളൂ. തക്കാളി കുറേയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു വലിയ തക്കാളി അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്രാബില്ലേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ക്രാബിനെ വേവിക്കാൻ പോണത്. നേരത്തെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് വേവിക്കാൻ വെക്കാം, സ്ലോ ആയിട്ട്. ഓക്കെ, എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. ക്രാബൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കിനും ക്രാബ് റോസ്റ്റ് റെഡിയാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് എരിവ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരി.